രഹസ്യപ്പൂവുള്ള ഒരു കാടാണിത്. രഹസ്യപ്പൂവെന്ന് വച്ചാൽ എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന പൂവ്. പക്ഷേ മുയലിന് മാത്രമേ ആ രഹസ്യപ്പൂവ് സത്യം പറഞ്ഞു കൊടുക്കുകയുള്ളൂ. കാട്ടിലെ മോഷ്ടാവായിരുന്ന കുറുക്കച്ചാർ. കുറുക്കച്ചാർക്ക് ഈ രഹസ്യപ്പൂവ് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. കാട്ടിൽ എന്തെങ്കിലും മോഷണം പോകുമ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി രഹസ്യപ്പൂവിൻ്റെ അടുത്ത് വരുമായിരുന്നു. മുയൽ മുയലിനോട് ചോദിച്ച് ആരാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു കൊടുക്കും. പിടി വീഴുന്നതോ കുറുക്കനും. അതുകൊണ്ട് തന്നെ കുറുക്കനെ എപ്പോഴും പിടിക്കുന്നത് കൊണ്ട് ഈ രഹസ്യപ്പൂ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് കുറുക്കൻ തീരുമാനമിട്ടു. ഒരു ദിവസം രാത്രി കുറുക്കൻ കോടാലിയുമായി രഹസ്യപ്പൂവിനെ വെട്ടിയെടുക്കാനായി വന്നു. പക്ഷേ കോടാലി കൊണ്ട് വീശിയതും കുറുക്കൻ തെറിച്ചു വീണു. അയ്യോ! ഈ രഹസ്യപ്പൂ സത്യം തന്നെയാണെന്ന് കുറുക്കന് മനസ്സിലായി. ഇങ്ങനെയൊന്നും ഇതിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ആ മുയലിനെ കള്ളനാക്കണം. ഈ രഹസ്യപ്പൂ സത്യം പറഞ്ഞു കൊടുക്കുന്നത് മുയലിന് മാത്രമല്ലേ? അപ്പോൾ ആ മുയലിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ കുറുക്കൻ മുയലിനെ കൊടുക്കാൻ തീരുമാനിച്ചു. മുയലിനെ കൊടുക്കാൻ വേണ്ടി ആദ്യം കുറുക്കൻ പോയത് സിംഹരാജൻ്റെ അടുത്താണ്. സിംഹരാജൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പറഞ്ഞോളൂ. ആ മുയലില്ലേ, അവൻ പറയുന്നതെല്ലാം കള്ളത്തരമാണ്. ആ രഹസ്യപ്പൂ സത്യമൊന്നും പറയില്ല. ഇവൻ ചുമ്മാ നമ്മളെ പറ്റിക്കുകയാണ്. ആ രഹസ്യപ്പൂ കാരണം നീ എപ്പോഴും പിടിക്കപ്പെടുന്നത് കൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത്? രഹസ്യപ്പൂ ഇല്ലാതായാൽ പിന്നെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് മോഷ്ടിക്കാമല്ലോ, അല്ലേ? അയ്യോ, അങ്ങനെയല്ല രാജൻ. ഇവിടെ എന്തെങ്കിലും മോഷണം പോയാൽ അത് മോഷ്ടിച്ചത് ഞാനാണെന്ന് ഇവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. പിന്നെ അത് രഹസ്യപ്പൂവിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ എന്തെങ്കിലും അവനോട് ചോദിച്ചു നോക്കണം. അപ്പോൾ സത്യം പറയോ ഇല്ലയോ എന്നറിയാമല്ലോ. നീ പറഞ്ഞതിലും കാര്യമുണ്ട്, സിംഹരാജൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സിംഹരാജൻ കുറുക്കനോട് ചോദിച്ചു. രാജൻ, അങ്ങ് മുയലിനോട് ചോദിക്കണം കാട്ടിലെ രാജാവാണെന്ന്. കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിക്കാനോ? അതിന് ഞാനാണ് കാട്ടിലെ രാജാവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതല്ല രാജൻ, അങ്ങ് തന്നെയാണ് രാജാവ്. പക്ഷേ ചോദിക്കുന്നതിന് മുമ്പ് ഒരു ദിവസത്തേക്ക് വേറെ ഏതെങ്കിലും മൃഗത്തെ അങ്ങ് രാജാവായിട്ട് പ്രഖ്യാപിക്കണം. എന്നിട്ട് അവനോട് ചോദിക്കണം. അപ്പോൾ അവൻ പറയും സിംഹമാണ് രാജാവെന്ന്. പക്ഷേ രാജാവ് നമ്മൾ വേറെ ആളെ ആക്കിയില്ലേ, അപ്പോൾ നമുക്ക് അവൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാം. ഈ ഉപായം സിംഹരാജനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെയുള്ള ഒരു മാനിനെ പിടിച്ച് ഒരു ദിവസത്തേക്ക് രാജാവാക്കിയിട്ട് മൃഗങ്ങളെല്ലാവരും കൂടി രഹസ്യപ്പൂവിനടുത്തേക്ക് പോയി. സിംഹരാജൻ മുയലിനോട് ചോദിച്ചു, അതേ മുയൽക്കുട്ട, ഇവിടുത്തെ രാജാവ് ആരാണ്? അപ്പോൾ മുയലിനൊരു സംശയം. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? രാജൻ, ഇവിടുത്തെ രാജാവ് അങ്ങ് തന്നെയല്ലേ? പക്ഷേ സിംഹരാജൻ പറഞ്ഞു, അതെല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് കൃത്യമായി ഉറപ്പിക്കണ്ടേ? നീ ഒന്നുകൂടി രഹസ്യപ്പൂവിനോട് ചോദിച്ചു നോക്ക്. ഇത് കേട്ട മുയൽ രഹസ്യപ്പൂവിനോട് കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിക്കുന്നു. ഈ രഹസ്യപ്പൂവ് മുയലിനൊരു മറുപടി നൽകുന്നു. മുയൽ പറഞ്ഞു, സിംഹരാജൻ, അങ്ങ് തന്നെയാണ് കാട്ടിലെ രാജാവ്. ഇത് കേട്ടപ്പോൾ കുറുക്കന് സന്തോഷമായി. കണ്ടില്ലേ സിംഹരാജൻ, ഇവൻ പറഞ്ഞത് കള്ളം തന്നെയാ. ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അപ്പോൾ മുയൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. സിംഹരാജൻ, വെറും ഒരു മാനിനെ പിടിച്ച് ഒരു ദിവസത്തേക്ക് രാജാവാക്കിയെന്ന് പറഞ്ഞ് അത് രാജാവാകില്ല. കാട്ടിലെ രാജാവ് സിംഹം തന്നെയാണ്. രഹസ്യപ്പൂവ് സത്യം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കുറുക്കൻ ചമ്മിപ്പോയി.